നമസ്കാരം. അങ്ങനെ രുദ്രം സിനിമ കണ്ടു. രുദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ. ബ്ലഡ് എന്നും ചുമപ്പെന്നും അങ്ങനെ ഒരുപാട് അർത്ഥമുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയും. സിനിമയിൽ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ഒന്ന് അപർണ ബാലമുരളി, മറ്റൊന്ന് രാജ് ബി ഷെട്ടി. ഒരു രക്ഷയില്ല കേട്ടോ. മച്ചാന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല. മച്ചാന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറയണ്ട. ടർബോ എന്ന സിനിമയിലാണ് മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. മമ്മൂക്കയുടെ കൂടെ മെയിൻ വില്ലനായിട്ട് വന്ന് നമ്മളെ എല്ലാവരും ഞെട്ടിച്ചു. അതിനുശേഷം കൊണ്ടൽ എന്ന സിനിമയിൽ പുള്ളിയുടെ ക്യാരക്ടർ അത് തകർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ലീഡിങ് റോളിൽ എത്തുന്ന സിനിമയാണ് രുദ്രം. ഇതിനകത്ത് രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് അറിയപ്പെടുന്ന രണ്ടുപേര്, ഒന്ന് അപർണ ബാലമുരളിയും മറ്റൊന്ന് രാജ് ബി ഷെട്ടിയുമാണ്. പിന്നെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജോമോൻ കെ ജിഷോ ലോൺ ആന്റണിയും പിന്നെ ജോമോൻ, ഇവരുടെ തന്നെയാണ് സ്ക്രിപ്റ്റ്. ആദ്യം തന്നെ എടുത്തു പറയാം, നമ്മൾ മലയാളത്തിൽ ഒരുപാട് ക്രൈം ത്രില്ലർ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ അപേക്ഷിച്ച് വ്യത്യസ്തമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ടുപോയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു പട്ടിയും ഒരു എലിയും ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അതായത് മാത്യൂസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ റോളിലാണ് നമ്മുടെ രാജ് ബി ഷെട്ടി എത്തുന്നത്. അത്യാവശ്യം ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ഉള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് സിനിമ കാണുന്നവർക്ക് അതൊരു പക്ഷേ ചിലപ്പോൾ സ്പോയിലായി പോകും. അപർണ ബാലമുരളിയുടെയും രാജ് ബി ഷെട്ടിയുടെയും പെർഫോമൻസ് അത് ഒരു രക്ഷയില്ല കേട്ടോ. അത് രണ്ടുപേരും ഒന്നിനൊന്നിന് കട്ടയ്ക്ക് അത് പൊളിച്ചടിക്കുക എന്ന് വേണം പറയാൻ. കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത്. അത് ഞാൻ ഇവരുടെ ആ ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമയാണ്. പേഴ്സണലി എനിക്ക് സിനിമ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം അത്യാവശ്യം നല്ല ഒരു ക്രൈം ത്രില്ലർ, ഒരു എന്താ പറയാ, ഒരു റിവഞ്ച് ആ ടൈപ്പിൽ വരുന്ന ഒരു ജോണറാണ്. കാരണം പകരം വീട്ടുക എന്നുള്ളതാണ്. പക്ഷെ അത് ഞാനത് കഥയിലേക്ക് വന്നാൽ നമ്മൾ പിന്നെയും കൈവിട്ടു പോകും. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. മേക്കിങ് കിട്ടില്ല, മേക്കിംഗ് ആണ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്. അതോടൊപ്പം തന്നെ പറയേണ്ടത് ഇതിന്റെ ലൊക്കേഷൻ, ക്യാമറ ഒക്കെ വേറെ ലെവലായിട്ടുണ്ട്. ഇതിലൊരു ചെറിയൊരു കാര്യം എന്തായാലും ഞാൻ ഈ സിനിമ കുറിച്ചിട്ട് ഞാനൊന്ന് പറയണം. കാരണം നമ്മളൊക്കെ ഇതിന്റെ ചെറിയൊരു കാര്യം എന്തായാലും സിനിമയെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ എന്ത് മാർഗവും സ്വീകരിക്കും രക്ഷപ്പെടാനായിട്ട്. അത്തരത്തിൽ ഒരു ക്രൈം ത്രില്ലർ സിനിമയായിട്ടാണ് രുദ്രം എന്ന് പറയുന്ന ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമയാണ്. മലയാളത്തില് രാജ് ബി ഷെട്ടിയുടെ ഒരു എൻട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ രാജ് ബി ഷെട്ടി മലയാളത്തിൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ മാത്യു എന്ന് പറയുന്ന ഈ ഒരു ഡോക്ടർ, ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനകത്ത് ഒരേ സമയം തന്നെ രണ്ട് റോളിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ അപർണയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്, ഒരു രക്ഷയില്ല. രണ്ട് കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത്. കാരണം ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഇല്ല. ഓരോ സീനും നമുക്ക് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ത്രില്ലായിട്ട് തോന്നുന്നു. ഇന്റർവെൽ പഞ്ചുകൊണ്ട് നിർത്തുന്നതും നല്ല ഇതിൽ തന്നെയാണ്. അതിനുശേഷം വരുന്ന ഓരോ സീന്, അതിന്റെ ഒരു അവസാന ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ നല്ല ത്രില്ല് തന്നെയാണ് സിനിമ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഫീൽ ഇടുക, ഒരു കാട്ടിൽ കിടന്നിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാം ഏത് വശം എടുത്തു നോക്കിയാലും സിനിമ നമുക്കൊരു എന്താ പറയാ, ഒരു പുതിയൊരു അനുഭവം തരും. ചില സീനിലൊക്കെ ചില ക്രിഞ്ച് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഈ ത്രില്ലിങ് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ കുറച്ചൊക്കെ എന്താ പറയാ, സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് എങ്ങനെ ഇത് ഇന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നു. ഒരു രക്ഷയില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും പൊളിച്ചടിക്കുക. അതുപോലെ തന്നെ പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. ഇതിന്റെ മേക്കിംഗ് ഗംഭീരമായിട്ടുണ്ട്. ഇതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ ഒരു കാട്ടില് ഒരു ബംഗ്ലാവിലാണ് ഈ ഒരു സംഭവമൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപർണ ബാലമുരളി പൊളിച്ചടുക്കി ഒരു എന്താ പറയാ, വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരിയുടെ ആ ഒരു കഴിവ്. അതുപോലെ തന്നെ രാജ് ബി ഷെട്ടിയെ കുറിച്ചിട്ട് നമ്മൾ പെർഫോമൻസിനെ കുറിച്ച് രാജ് ബി ഷെട്ടിയുടെ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് കൊടുക്കുന്ന റോൾ അദ്ദേഹം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ആർട്ടിസ്റ്റ് തന്നെയാണ്. മച്ചാൻ വേറെ ലെവലാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഒരു രക്ഷയില്ല പുള്ളിയുടെ പെർഫോമൻസ്. അവസാനം ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു പാസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാം നല്ല ഇമോഷണലി ഉള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രുദ്രം സിനിമ കാണാൻ
മൊത്തത്തിൽ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. ഉറപ്പായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമ തന്നെയാണ് രുദ്രം. തീർച്ചയായിട്ടും തിയേറ്ററിൽ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഗംഭീരമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കാരണം ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വിടും, പിന്നെ കഥ മൊത്തം പറഞ്ഞു വരേണ്ട ഒരു അവസ്ഥയാവും. എന്തായാലും മാത്യൂസ് എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ കഥാപാത്രവും നമ്മുടെ അപർണ ബാലമുരളിയും രണ്ടുപേരും കട്ടക്ക് പെർഫോമൻസ് ഒരു രക്ഷയില്ല, പൊളിച്ചടിക്കിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. പലർക്കും പല രീതിയായിരിക്കുമല്ലോ, പക്ഷെ എനിക്ക് എന്തായാലും പടം ഇഷ്ടപ്പെട്ടു. രാജ്വി ഷെട്ടി മലയാളത്തിൽ ഇനിയും കൂടുതൽ സിനിമകൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടട്ടെ. അഭിപ്രായങ്ങൾ അറിയിക്കുക. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്ത സിനിമയിൽ കാണാം. ബൈ.